സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ കണ്ടെത്തുന്നതിൽ രാജ്ഭവനിൽ നിർണായകമായ ചർച്ച നടക്കുന്നു. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. രണ്ട് താൽക്കാലിക വിസിമാരെ സമ്മതമില്ലാതെ നിയമിച്ചതിൽ സർക്കാരിന്റെ അതൃപ്തി നിലനിൽക്കെയാണ് സമവായ നീക്കം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, മഞ്ഞുരുക്കത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നടപടിയായി ഇതിനെ കാണാം. കാരണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ട് സർക്കാരും ഗവർണറും ഒന്നിച്ചു വേണം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാനെന്ന്. അങ്ങനെ ഒരു നിർദ്ദേശം ഇരിക്കുമ്പോഴാണ് സിസ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചത് എന്ന പശ്ചാത്തലത്തിൽ കൂടി നടക്കുന്ന കൂടിക്കാഴ്ചയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആയുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി രാജ്ഭവനിൽ എത്തിയത്. കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് ഏതാനും മിനിറ്റ് പിന്നീട് കൃത്യമായി സർക്കാരിന് ഈ വിഷയത്തിലുള്ള ഒരു നിലപാട്, അതായത് സർക്കാർ നൽകിയിരിക്കുന്ന യോഗ്യതാ പട്ടികയിൽ നിന്ന് അക്കാദമിക് മാനദണ്ഡങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സ്ഥിരം വിസിമാരെ നിയമിക്കണം എന്ന കാര്യമായിരിക്കും മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെടുക. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത് മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടാകും, അതായത് അക്കാദമിക് യോഗ്യത മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് വിസിമാരെ നിയമിക്കാനാവൂ എന്നൊരു നിലപാട് ഗവർണറും സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. അതോടൊപ്പം ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി താൽക്കാലിക വിസിമാരെ നിയമിച്ചതിലുള്ള അതൃപ്തി മന്ത്രിമാർ രാജ്ഭവനെ അത് ഗവർണറെ അറിയിക്കുമെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ എന്താകുമെന്നതാണ് ശ്രദ്ധേയം. സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു അനുനയ നീക്കത്തിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിനായി ഒരു കൃത്യമായ സമവായ നീക്കം ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി, നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ രാജ്ഭവനിൽ നടക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവുമായും മന്ത്രി പി രാജീവുമായും കൂടിക്കാഴ്ച നടത്തുന്നു. സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ വിസി നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് സർക്കാരും ഗവർണറും ഇങ്ങനെ രണ്ട് വഴിക്ക് പോയാൽ പറ്റില്ല, ഒന്നിച്ച് തീരുമാനമെടുക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിനുശേഷമാണ് സാങ്കേതിക സർവകലാശാലയിലും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിലും സർക്കാർ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മാറ്റിയ അല്ലെങ്കിൽ ഡോക്ടർ സിസ തോമസിനെയും ശിവപ്രസാദിനെയും തന്നെ തിരിച്ച് നിയമിച്ചത്. അതിനുശേഷമാണ് ഈ കൂടിക്കാഴ്ച എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഇക്കാര്യത്തിൽ ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഗവർണർ ഇങ്ങനെ ഒരു നിലപാടെടുത്തതിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കത്തയക്കുകയും ചെയ്തതാണ്. ഇത് ഒരു സമവായ ചർച്ച എന്ന നിലയ്ക്ക് കാണാൻ കഴിയുമോ? ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഒന്നിച്ചു പോയേ മതിയാവൂ, സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും കൂടി ഇങ്ങനെ ഒരു നിർദ്ദേശമുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമവായ ചർച്ച എന്ന നിലയ്ക്ക് ഈ കൂടിക്കാഴ്ചയെ കാണാൻ കഴിയുമോ? കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങളുണ്ട്. അവിടെ നാടകീയമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി താൽക്കാലിക വിസിമാരുടെ വിഷയത്തിലും ഗവർണറും സർക്കാരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സ്ഥിതി അങ്ങനെ തുടർന്നാൽ അത് ഏത് തരത്തിൽ സർക്കാരിന് ഭരണ പ്രതിസന്ധിയായി മാറും എന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സമവായ നീക്കത്തിനുള്ള ഇങ്ങനെയൊരു ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഗവർണർ മുമ്പോട്ട് വെക്കുന്ന അക്കാദമിക് യോഗ്യത മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് വിസിമാരെ നിയമിക്കാനാവൂ എന്നൊരു നിലപാട്, അതിനോട് മന്ത്രി ആർ ബിന്ദുവും മന്ത്രി പി രാജീവും ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. മന്ത്രിമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ്, പ്രത്യേകിച്ച് ഡാൻ സൂചിപ്പിച്ച് നിർത്തിയതുപോലെ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ സർവകലാശാലകളുടെ ഭരണങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. മിക്കവാറും സർവകലാശാലകളിലൊന്നും സ്ഥിരം വിസി ഇല്ലാത്ത സാഹചര്യത്തിൽ താൽക്കാലിക വിസി നിയമനത്തിലടക്കം എങ്ങനെ മുന്നോട്ട് പോകാം എന്ന കാര്യത്തിൽ കൂടി ഒരു തീരുമാനമാകും ഈ കൂടിക്കാഴ്ചയിൽ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.